ആശ്ചര്യമേ. കരങ്ങളെ തട്ടി വീണ് പകൽ എന്റെ ജീവിതയാത്രേ, എന്റെ അല്ലലാകിടവും ഞാനൊരു ശാപങ്ങളൊക്കെ എന്നേ മാറിപ്പോയി. ആ ഗാർഡൻ ഓഫ് ഈഡനിലുണ്ടായിരുന്ന ശാപം ആ ക്രൂശിന്മേൽ കർത്താവ് എടുത്തു, നമുക്ക് ജയം തന്നു. ഈ ദിവസങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ, God has done great and mighty things in my life, then run into the church and testify. ഹല്ലേലൂയ. ഇന്ന് വരുമ്പോൾ, ഒരു പ്രസംഗം നടക്കുമ്പോൾ, വേർഷിപ്പ് നടക്കുമ്പോൾ പലരും ഇവിടെ സൗഖ്യമാകുന്നു. പലരുടെയും ജീവിതത്തിൽ ചില ഭയങ്ങൾ മാറുന്നുണ്ട്, ചില ആകുലതകൾ മാറിപ്പോകുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ വിട്ടുപോകുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലതിൻ്റെ ഉത്തരം വരുന്നുണ്ട്. പാസ്റ്റർ അറിയത്തില്ല, സഭക്കാരറിയത്തില്ല, കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇന്ന് നടന്ന 10 സാക്ഷ്യങ്ങൾ കറക്റ്റായിട്ടുണ്ട്. എന്തിയെ ഒരുവൻ വന്ന് സാക്ഷ്യം പറഞ്ഞു, വേർ ആർ ദ 9? ഹല്ലേലൂയ. റിട്ടൺ വേർഡ് നമ്മുടെ കയ്യിലുള്ളത്, എന്നാൽ അതാണ് ലോഗോസ്. താങ്ക് യു ലോർഡ്. അതേപോലെ ഈ റിട്ടൺ സംസാരിക്കുമ്പോൾ അത് റേമായി മാറുമ്പോഴാണ്, അത് പരിശുദ്ധാത്മ, അത് ഫെയ്ത്ത് ഇരുന്ന് കേൾക്കുന്നവര് അത് ഫെയ്ത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് റേമായി മാറും. Don't copy the behavior and custom of the world, but let God. That is the second secret to please God. Allow God to do things in your life. നിങ്ങളുടെ പേര്, താങ്ക് യു ലോർഡ്, ഒരു ക്രിസ്ത്യൻ നെയിം ആയിരിക്കും. എന്നാൽ ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവിന് കൊടുക്കണം. ആസ്ക് ജീസസ് ടു കം ഇൻ ടു യുവർ ലൈഫ് truly, not for the church, not for the pastor will ask, not because your parents will pester you to go and get baptized. ഇതൊരു അനുഭവമായി തീരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരട്ടെ. കൈ ഉയർത്തി സ്തോത്രം പറയണം, വാ തുറന്ന് ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു നാളും കൈവിടത്തില്ല കർത്താവ്, ഒരു നാളും കൈവിടത്തില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. നമ്മൾ പലതും പറയും അസാധ്യമാണ്, എന്നാൽ ഈ അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കും. അസാധ്യങ്ങളുടെ നടുവിൽ യഹോവയുടെ കൈ വരുന്നത് അനുഗ്രഹത്തിന് വേണ്ടി. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കടന്നു പോകുന്നത് ഏതെങ്കിലും ഒരു താഴ്വരയിൽ കൂടിയാണെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ ഒരു പർവ്വതത്തിലേക്ക്, ഒത്തിരി അങ്ങ് താഴേക്ക് പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിടുതൽ എളുപ്പമാണ്. ജീവിതത്തിന്റെ അസാധ്യങ്ങളുടെ നടുവിൽ നമ്മൾ നോ എന്നൊരു വാക്ക് പറയാൻ ധൃതി കൂട്ടരുത്. കാരണം എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. ഇന്നും അനന്യനായ ഒരു ദൈവം, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, ഇന്നും നമ്മുടെ പ്രതീക്ഷകളെ മാറ്റാത്ത ദൈവം, ഇന്നും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ദൈവം, ഇന്നും നമ്മുടെ അടുക്കൽ നിൽക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്.